US-ചൈന തീരുവ യുദ്ധത്തിന്റെ ആഘാതത്തിൽ വൻ തകർച്ച നേരിട്ട ഓഹരി വിപണിയിൽ ഇന്ന് മുന്നേറ്റം. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 380 പോയിന്റും ഉയർന്നു. ജപ്പാൻ, ഹോങ്കോങ് തുടങ്ങിയ ഏഷ്യൻ വിപണികളിലെ തിരിച്ചുവരവാണ് ഇന്ത്യൻ സൂചികകളിലും പ്രതിഫലിച്ചത്. ബാങ്കിംഗ്, ഫിനാൻസ്, IT തുടങ്ങിയ സെക്ടറുകളെല്ലാം തിരിച്ചുകയറി. തുടക്കത്തിലെ മുന്നേറ്റം തുടരാനായില്ലെങ്കിലും സൂചികകൾ ഇപ്പോഴും നേട്ടത്തിലാണ്. വ്യാപാരം തുടരുന്നത്. 10 മാസത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ തകർച്ചയിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകരും. അമേരിക്ക ചൈന ചുങ്കപ്പോര് കടുക്കുന്നു. പകര ചുങ്ക പ്രഖ്യാപനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ചൈന വ്യക്തമാക്കി. ബ്ലാക്ക് മെയിൽ നയത്തിന് കീഴടങ്ങില്ല എന്നും അവസാനം വരെ പോരാടുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ചൈനയ്ക്കെതിരായ തീരുമാനം പിൻവലിക്കണമെന്ന് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. തകർച്ചയ്ക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളിൽ ഇന്ന് നേരിയ ഉണർവ് രേഖപ്പെടുത്തി. ചൈന അമേരിക്കയ്ക്ക് മേലേർപ്പെടുത്തിയ 34% തീരുവ പിൻവലിക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. 48 മണിക്കൂറിനകം തീരുമാനം പിൻവലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. തീരുവ പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ചൈനയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. പ്രതികാര നടപടിയായി നികുതി പ്രഖ്യാപിക്കുന്ന ഏതൊരു രാജ്യത്തിനും അധിക നികുതി നൽകേണ്ടിവരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ ബ്ലാക്ക്മെയിൽ നയത്തോട് വഴങ്ങില്ലെന്നും അവസാനം വരെ പോരാടുമെന്നും ബദൽ പദ്ധതി രൂപീകരിക്കുമെന്നും ചൈന വ്യക്തമാക്കി. തെറ്റിനുമേൽ വീണ്ടും തെറ്റാണ് ട്രംപ് ചെയ്യുന്നതെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. ചൈനയ്ക്കെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ട്രംപിനോട് ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. തീരുവയും വ്യാപാര കരാറും ചർച്ചയായി. തീരുവ പദ്ധതി 3 മാസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കയോട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടു. തകർച്ചയ്ക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളിൽ നേരിയ ഉണർവ് രേഖപ്പെടുത്തി. പകരത്തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്നും നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.